ആലപ്പുഴയിലേക്ക് നമുക്കൊന്ന് പോകാം. ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞിരിക്കുകയാണ്. ഏതാനും ജീവനക്കാരാണ് രാവിലെ 10 മണിയോടെ കളക്ടറേറ്റിലെത്തിയത്. ഇവരുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, കളക്ടറേറ്റിലെത്തിയ ജീവനക്കാർക്കെതിരെയും അവരെ തടയുന്ന തിരിച്ചയക്കുന്ന സമീപനം തന്നെയാണ് ഈ പണിമുടക്ക് അനുകൂലികൾ സ്വീകരിച്ചതൊപ്പം ആലപ്പുഴ ജില്ലയിൽ ഒന്നാകെ എത്രത്തോളം ഈ സമരത്തിൽ ഈ പണിമുടക്കിൽ ജനജീവിതം ദുസ്സഹമായിട്ടുണ്ട്? KP ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തിയ 10 മണിയോടെ എത്തിയ വനിതകളടക്കമുള്ള ജീവനക്കാരെയാണ് സമരാനുകൂലികൾ തടഞ്ഞത്. അവരെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മറ്റ് സംഘർഷ സാഹചര്യമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടി ഈ കളക്ടറേറ്റിലേക്ക് ജോലി ചെയ്യാനായി വന്ന അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് ഇന്നത്തെ ശമ്പളവും നഷ്ടമാവാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാവുന്നതും. ഇതേ സാഹചര്യത്തിൽ തന്നെ വനിതാ ശിശു വികസന ഓഫീസ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ മിനി സിവിൽ സ്റ്റേഷനിലെ ഏതാനും ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒക്കെയും തന്നെ റോഡുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേസമയം KSRTC ആലപ്പുഴ ജില്ലയിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ പമ്പ സർവീസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. മറ്റ് സർവീസുകളൊന്നും നടത്തിയിട്ടില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസുകളും ഇന്നുണ്ടായിരുന്നില്ല. അത് കുട്ടനാട് അടക്കമുള്ള ഉൾപ്രദേശങ്ങളിലെ ജനങ്ങളെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വിനോദസഞ്ചാര മേഖല, അവിടെ ഹൗസ് ബോട്ടുകൾ അടക്കം സർവീസ് നടത്താതെ പല വിദേശത്തു നിന്നും നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴയൊക്കെ എത്തിയ നിരവധി പേരാണ് വലയുന്നത്. അത് ഈ മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിലും സംശയമില്ല. ആ രീതിയിലാണ്. മറ്റ് സംഘർഷങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും വലിയ രീതിയിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ പൊതുപണിമുടക്കിലും നമുക്ക് കാണാൻ കഴിയുന്നത്. KP ഓക്കെ സുധീഷ്, എന്തായാലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഇടുക്കിയിലും കോഴിക്കോടും ഒക്കെ ഈ സമരാനുകൂലികൾ ഈ രീതിയിൽ പ്രശ്നങ്ങൾ പലയിടങ്ങളിലും സംഘർഷം ഉടലെടുത്തു കഴിഞ്ഞു. പലയിടങ്ങളിലും സംഘർഷം ഇങ്ങനെ വ്യാപിക്കുകയാണ് അല്ലേ? അതായത് പൊതുസമൂഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ തെരുവിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്.